കായംകുളം നഗരസഭയിൽ മൊബൈൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം വിവാദത്തിൽ. തട്ടിപ്പ് കമ്പനിയുടെ മറവിൽ അഴിമതി നടത്താനാണ് നീക്കമെന്നാണ് ആക്ഷേപം. നഗരസഭയിലെ ആരോഗ്യ ധനകാര്യ സ്ഥിരം സമിതികളെ നോക്കുകുത്തിയാക്കി പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ യുഡിഎഫിനൊപ്പം ഭരണകക്ഷി അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നു. കായംകുളം നഗരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിനുള്ള 1,73,00,000 രൂപയുടെ പദ്ധതിക്ക് പിന്നിലെ നടപടികളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ആക്ഷേപം. LDF ഭരിക്കുന്ന നഗരസഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ തന്നെ കൌൺസിൽ യോഗത്തിൽ എതിർപ്പുമായി എത്തി. ബംഗളൂരു കേന്ദ്രമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂറായി നൽകി. ഇത് നിർവഹണ ഉദ്യോഗസ്ഥനായ നഗരസഭാ സെക്രട്ടറിയെയും വെട്ടിലാക്കി. ചെയർപേഴ്സന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് തുക കൈമാറിയത്. ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഉണ്ടായിട്ടും മൊബൈൽ പദ്ധതി നടപ്പാക്കുന്നത് അഴിമതി ലക്ഷ്യമിട്ടാണെന്ന് ആരോപണം ഉയർന്നു. അടിയന്തര കൌൺസിൽ വിളിക്കാവുന്ന സാഹചര്യമുള്ളപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അടിയന്തര കൌൺസിൽ വിളിച്ചില്ല എന്ന് മാത്രമല്ല, കായംകുളം നഗരസഭയുടെ ഞങ്ങളടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് ഈ തീവെട്ടിക്കൊള്ള നടന്നിരിക്കുന്നത്. 46.48 ലക്ഷം രൂപ FSTPക്കും 5 വർഷത്തേക്ക് മെയിന്റനൻസ് തുകയായി 1,24 ലക്ഷം രൂപയ്ക്കുമാണ് കരാർ. 2 കമ്പനികളാണ് ഇതിനായി സമീപിച്ചത്. എന്നാൽ രണ്ടാമത്തെ കമ്പനിയുടെ പാൻ കാർഡ് ഉപയോഗിച്ചാണ് തുക കൈമാറിയതെന്ന് വ്യക്തമായതോടെ രണ്ടും ഒരു കമ്പനിയാണെന്ന സംശയവും ഉയർന്നു. 2 കമ്പനികൾ മാത്രമാണ് ഇതിന് ടെൻഡർ സമർപ്പിച്ചത്. ഇതെല്ലാം രഹസ്യ ഏർപ്പാടുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ പാൻ കാർഡ് പോലും ഇല്ലാത്ത ഒരു കമ്പനിക്കാണ് പണം അനുവദിച്ചിരിക്കുന്നത്. ജനുവരിയിൽ തീരുമാനിച്ച് അംഗീകാരം വാങ്ങിയ പദ്ധതി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ധനകാര്യ ആരോഗ്യ സമിതികളിൽ അവതരിപ്പിക്കാതിരുന്നതും സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മനോരമ ന്യൂസ്, ആലപ്പുഴ.